ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ധാരാളം വിമർശനം കേൾക്കും എങ്കിലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ അനുകരിക്കാനോ അദ്ദേഹത്തിന്റെ അടുത്തെത്താനോ പലർക്കും കഴിയാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കാണണം എന്ന് ദിവ്യാംഗന മുഹമ്മദ് യാസിൻ ആവശ്യപ്പെട്ടു. യാസിന്റെ സ്വപ്നം പൂവണിയുകയാണ്. കായംകുളം സ്വദേശിയായ 8ാം ക്ലാസ്സുകാരനാണ് യാസിൻ. യാസിനെ സുരേഷ് ഗോപി ദില്ലിയിലേക്ക് ക്ഷണിച്ചു. 2 കൈയും കാലുമില്ലാത്ത കൊച്ചുമിടുക്കൻ. നമുക്കറിയാം, നമുക്കൊക്കെ വളരെയധികം സുപരിചിതനാണ് ഈ യാസിൻ എന്ന ഈ കുട്ടി. വിവിധ ചാനലുകളിലെ കലാപ്രകടനത്തിലൂടെയാണ് യാസിൻ ശ്രദ്ധേയനായത്. സുരേഷ് ഗോപിയുടെ എല്ലാ ജന്മദിനങ്ങൾക്കും കമ്മീഷണർ സിനിമയിലെ പശ്ചാത്തല സംഗീതം കീബോർഡിൽ വായിച്ച് ഫേസ്ബുക്കിലൂടെ യാസിന് അയച്ചു നൽകുന്ന പതിവുണ്ട്. എന്നാൽ ഇതൊന്നും സുരേഷ് ഗോപി കണ്ടിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് BJP നേതാവ് N ഹരി യാസിന്റെ വീട്ടിലെത്തുന്നത്. യാസിൻ BJP നേതാവ് ഹരിയോട് തന്റെ ആഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ തന്നെ വീഡിയോ കോളിൽ സുരേഷ് ഗോപി വിളിച്ചു. ഒരുപാട് നേരം സുരേഷ് ഗോപി യാസിനോടും കുടുംബാംഗങ്ങളോടും സംസാരിച്ചു. ഇതിനിടെ നേരിൽ കാണണം എന്ന ആഗ്രഹം യാസിൻ സുരേഷ് ഗോപിയോട് പറഞ്ഞു. ഡിസംബർ 3 ദിവ്യാംഗരുടെ ദിനത്തിൽ 18 വയസ്സിന് താഴെയുള്ള ദിവ്യാംഗരായ പ്രതിഭകൾക്കുള്ള രാഷ്ട്രപതിയുടെ പുരസ്കാരം ദില്ലിയിൽ ഏറ്റുവാങ്ങാനിരിക്കുകയാണ് യാസിൻ. ഡിസംബർ 2 ദില്ലിയിൽ മന്ത്രി സുരേഷ് ഗോപിക്കൊപ്പം പ്രഭാത ഭക്ഷണം കഴിച്ച ശേഷമായിരിക്കും യാസിൻ പുരസ്കാരം ഏറ്റുവാങ്ങുക. എന്തായാലും യാസിന് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു അനുഭവം തന്നെയാണ് ഇത്. അങ്ങനെയാണ് സുരേഷ് ഗോപി തന്നോട് ഏറെയധികം സ്നേഹമുള്ള വാത്സല്യമുള്ളവരോടൊക്കെ, അത് പ്രത്യേകിച്ചും ഇതുപോലെയുള്ള കുട്ടികളോടും അതുപോലെ ആരാരും ഇല്ലാത്തവരും ആശ്രയമില്ലാത്തവർക്കുമൊക്കെ സുരേഷ് ഗോപി എപ്പോഴും താങ്ങാവാറുണ്ട്. എത്ര എഴുതിയാലും തീരാത്ത, എത്ര പറഞ്ഞാലും ഒടുങ്ങാത്ത, എത്ര സ്നേഹിച്ചാലും മടുക്കാത്ത ഒരു മനുഷ്യൻ എന്നാണ് സുരേഷ് ഗോപിയെ കുറിച്ച് എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ മാനവികതയും മൂല്യവും അദ്ദേഹം രാഷ്ട്രീയക്കാരനോ MP ആയ നാൾ മുതൽ ഉണ്ടായതല്ല. അത് ഈശ്വരൻ ചിലർക്കായി മാത്രം നൽകിയ ഒരു അനുഗ്രഹമാണ്. അദ്ദേഹത്തിന്റെ റിയൽ ലൈഫിലും അഭ്രപാളിയിലെ ലൈഫിലും എപ്പോഴും നായകനായി തിളങ്ങാൻ സാധിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. പക്ഷേ SG എന്ന മനുഷ്യന് അതിന് കഴിയുന്നത് അദ്ദേഹം 100% പച്ച മനുഷ്യനായതുകൊണ്ട് മാത്രമാണ്. കരുണ, നന്മ, സഹജീവി സ്നേഹം, മാനവികത തുടങ്ങിയ ഈശ്വരീയമായ വരപ്രസാദങ്ങൾ SGക്ക് ഇല്ലായിരുന്നു എങ്കിൽ ഇന്ന് ഏത് മലയാളം താരരാജാവിനേക്കാൾ വലിയ മൾട്ടി മില്യനെയർ ഒക്കെ ആകാൻ സാധിക്കുമായിരുന്നു അദ്ദേഹത്തിന്. ഒരു കാലത്ത് അദ്ദേഹത്തിന് ചുറ്റും സിനിമാ ലോകം കറങ്ങിയിരുന്നു. പക്ഷേ കറകളഞ്ഞ നന്മ മുതൽക്കൂട്ടായി കരുതിയ ആ മനുഷ്യൻ പണത്തിനും സ്വത്തിനും മീതെ മനുഷ്യരെ കണ്ടു. അതുകൊണ്ട് അദ്ദേഹത്തിന് അവകാശപ്പെടാൻ കോടികളുടെ ടേൺ ഓവറുള്ള ബിസിനസ് സാമ്രാജ്യങ്ങളോ അതിലുള്ള പാർട്ട്ണർഷിപ്പുകളോ പലയിടങ്ങളിൽ അത്യാധുനിക ആഡംബര മാളികകളോ ഇല്ല. തന്റെ തൊഴിലിൽ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത സ്വന്തം അധ്വാനത്തിന്റെയും വിയർപ്പിന്റെയും പങ്കു മാത്രമാണ് പലപ്പോഴും അദ്ദേഹം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നൽകുന്നത്. SG എന്ന ദൈവാംശമുള്ള മനുഷ്യന്റെ ഒരു സിനിമ വിജയിച്ചാൽ അതിന്റെ ഏറിയ പങ്കും എത്തുക ഒരുപാട് മനുഷ്യരുടെ കണ്ണീരൊപ്പാൻ കൂടിയാണ്. കുറേയേറെ കുടുംബങ്ങൾക്ക് സാന്ത്വന സ്പർശമാവാനാണ്. ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ ആകണം എന്നതിന് പലർക്കും മാതൃകയാണ് സുരേഷ് ഗോപി. മലയാളികൾക്ക് എന്ത് ആവശ്യം വന്നാലും ഓടിയെത്തുന്ന രാഷ്ട്രീയ നേതാവും അതേസമയം സിനിമാക്കാരനുമാണ് സുരേഷ് ഗോപി. അദ്ദേഹത്തിന്റെ നന്മയെ ആത്മാർത്ഥതയോടെ പ്രശംസിച്ച് നിരവധി ആളുകൾ എത്താറുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ.